കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയ്ക്കൽ മത്സരത്തിൽ എൽ.ഡി.എഫ് സ്വതന്ത്രമായി മത്സരിച്ച ശ്രീ എൻ മമ്മൂട്ടി ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അതും 2 മണ്ഡലങ്ങളിൽ, തിരൂരും കോട്ടയ്ക്കലും. അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത്. എൽ.ഡി.എഫ് സ്വതന്ത്രമായിട്ട് അങ്ങേ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ സർവ്വസ്വതന്ത്രനായിട്ട് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, ഓൾറെഡി നേരത്തെ 2 പ്രാവശ്യം കോട്ടയ്ക്കൽ മത്സരിച്ചാണ്. അപ്പോൾ ഇപ്പോൾ പാർട്ടി സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എൻ സി പിയും എസ് പിയും ആയല്ലോ. അപ്പോൾ എൻ സി പിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ മുന്നണിക്കകത്തല്ല, കാരണം മഹാരാഷ്ട്രയിൽ എൻ ഡി എയുടെ ഒരു ബന്ധമുണ്ട്. അവിടെ മാത്രമല്ല, ബാക്കിയുള്ള സ്ഥലത്തും എല്ലാം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഈ 2 മുന്നണികളിലും നമ്മൾ ഏതെങ്കിലും മുന്നണിയിൽ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് എൻ ഡി എയുടെ ഭാഗമല്ല, എൻ സി പി തീർച്ചയായും എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ വരുന്നതിന് വേണ്ടി കത്ത് കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 മുന്നണിക്കും കത്ത് കൊടുത്തു. അവരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. അത് കുറച്ചുകൂടി കൂടുതലായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ചർച്ച പുരോഗമിച്ചതും അങ്ങനെ മത്സരിക്കാനുള്ളതുണ്ടായതും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞൊരു ജനറലായിട്ടുണ്ട്, ഈ അവിടെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തു. അത് ദേശീയ നേതൃത്വമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇന്ന മര്യാദ കൊണ്ട് സ്വന്തമായിട്ട് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവരതിന് അനുവാദം നൽകി. അപ്പോൾ ആ ഒരു ഇത് അറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആദ്യത്തെ ലിസ്റ്റ് വരുന്ന ദിവസം തിരൂരിലേക്കാണ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്നും അതുകൊണ്ട് ഇമ്മീഡിയറ്റ് രാജിവെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു AK എന്ന് പറഞ്ഞിട്ടാണ്, അതുകൊണ്ട് ഇന്ന് തന്നെ കൊടുക്കണം, ആദ്യത്തെ ലിസ്റ്റിൽ വരാനുണ്ട്, നിങ്ങൾ വേഗം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ എൻ്റെ രാജി നേരെ അയച്ചുകൊണ്ട് അതിൻ്റെ കോപ്പിയും പത്രക്കാർക്ക് കൊടുത്ത കോപ്പിയും എല്ലാം കൂടി കൊടുത്തു. അത് പത്രങ്ങളൊക്കെ പിറ്റേ ദിവസം വരികയും ചെയ്തു. പക്ഷേ അന്നത്തെ ലിസ്റ്റിൽ വന്നില്ല. പിന്നെ അന്വേഷിച്ച് പറഞ്ഞു 11 പേരിൽ 6 പേരുടെ ലിസ്റ്റ് ആദ്യത്തിൽ വന്നിട്ടുള്ള സ്വതന്ത്രന്മാരുടെ, ബാക്കി 5-ൽ കൂടുതലും മലപ്പുറത്തുനിന്നായതുകൊണ്ട് ഒരുമിച്ച് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് ദിവസം കഴിയുന്നതോറും പിന്നീട് കാണുന്ന അബ്ദുറഹ്മാൻ താനൂർ മത്സരിക്കുന്നില്ല, തിരൂരിലേക്കാണെന്ന് വരുന്നു. അവസാനം അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇത് വരുന്നില്ല കണ്ടപ്പോൾ ഞാൻ വീണ്ടും എന്നോട് വിളിച്ച ആളെ ഞാൻ വിളിച്ചു. അപ്പോൾ പറഞ്ഞു അതിൽ ചില കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷേ മുഖ്യമന്ത്രി നാളോട് ഉദ്ഘാടനത്തിലുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ട് താനൂർ തന്നെ അബ്ദുറഹ്മാൻ നിങ്ങളുടെ തിരൂർ തന്നെയാണ്, അതിൽ വിഷയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വരുന്ന സ്ഥാനാർത്ഥി തിരൂരിലെ അബ്ദുറഹ്മാൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ പിന്നെ മുതൽ ഈ പറഞ്ഞതോ ഇടപെട്ട ആരും തന്നെ പിന്നെ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ആ സമയത്താണ് മീഡിയ വണ്ണിൻ്റെ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുകയും, അപ്പോൾ ഞാൻ അതിനൊരു ബൈറ്റും കൊടുത്തു. ഒരു തീർച്ചയായിട്ടും ഒരു ഹേർട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞു. പിന്നീട് പല ആളുകളും എന്നോട് അങ്ങനെയാണെങ്കിൽ ഈ താനൂരിൽ വന്നില്ല, നിങ്ങൾ താനൂർക്ക് വന്നുകൂടെ നിന്നിട്ട് അവിടെ നിന്നുള്ള ആളുകൾ വിളിച്ചിരുന്നു, അതേസമയം വള്ളിക്കുന്നുള്ള ആൾ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വേണമെന്നുള്ള ആലോചിക്കാൻ നമ്മുടെ ആളുകളുമായി ചർച്ച ചെയ്യാൻ ഇവിടെ കോട്ടയ്ക്കലും താനൂരും തിരുമെല്ലാം വന്നിരുന്നു. അതിൻ്റെ ഇതിൽ നിന്ന് എവിടെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നുള്ളത് പറഞ്ഞു. ആ പ്രപ്പോസലും പോയിരുന്നു. പക്ഷേ എന്നിട്ടും ഈ 2 സ്ഥലത്തും എൻ്റെ പേര് വന്നില്ല. അപ്പോൾ അതൊരു തീർച്ചയായും ഒരു ഹേർട്ട് ഫീലിംഗ് മാത്രമല്ല, മത്സരിക്കുന്നതോ തോൽക്കുന്നതോ ജയിക്കുന്നതോ അല്ല, അതിനപ്പുറം ഒരു വിളിച്ച് ഉള്ള സ്ഥാനങ്ങൾ പോലും രാജിവെപ്പിച്ചിട്ട് ഏത് ഇലട്ടിട്ട് ഇല്ല നീ എനിക്ക് പൊക്കമെന്ന് പറയുന്ന പോലുള്ള ഒരു ഇതുണ്ടോ, സത്യം പറഞ്ഞാൽ അങ്ങനെയും പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതിലുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ എന്ത് ചെയ്തു 2 സ്ഥലത്തും, കാരണം എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് എനിക്കൊരു ഇലക്ഷന് ഒരു 95% എന്നത്തെ വോട്ടേഴ്സിനും എനിക്ക് പരിചയം നേരത്തുള്ളവരാണ്, അവരെന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ കോട്ടയ്ക്കൽ നിന്നുള്ള പല ഈ പാർട്ടിയുടെ തന്നെ നേതാക്കൾ അടക്കമുള്ള താഴെക്കളിൽ ഒട്ടനവധി ആളുകൾ ഇവിടെ മത്സരിക്കണം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അവിടെ കൊടുത്തു. പക്ഷേ തിരൂർ ഞാൻ എന്തായാലും മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അപ്പോൾ 2 സ്ഥലത്തും നോമിനേഷൻ കൊടുത്തത്. ഇടതുപക്ഷം താങ്കളെ വഞ്ചിക്കുകയായിരുന്നു? അല്ല, ഇതിന് വേറൊരു വാക്കുണ്ടോയെന്ന് എനിക്ക് അറിയില്ലല്ലോ, കാരണം നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അതിൻ്റെ മറുവശം, അതായത് വിളിച്ചുണർത്തി ഇലട്ടു എന്നുള്ളത്. ഞാൻ വിളിച്ചുണർത്തി എന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ അതിന് ഒരു തീരുമാനം വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം എന്നൊരു ഇതിലേക്കാണ്. 2 മണ്ഡലങ്ങളും തുടരുന്നത് ചെയ്യുമോ അതോ? ബോർഡ് വയ്ക്കാൻ പോയില്ല 2 സ്ഥലത്തും, വരട്ടെ. ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യത അല്ല, അത് അവർ തീരുമാനിക്കട്ടെ. ഞാൻ ആരോടും എനിക്ക് ഇന്നത് വേണം എന്നിട്ട് വാശി പിടിക്കാനോ പാടില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ വാശിയൊന്നുമില്ലല്ലോ, പിന്നെ മത്സരിക്കുന്ന താല്പര്യമൊന്നുമില്ല. അപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞനുസരിച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു ഇത് കൊടുത്താൽ ഞാൻ അത് വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നതാണ്. അത് അവർ തീരുമാനിച്ചോട്ടെ, അവർക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ ഏത് വേണമെങ്കിൽ. കാരണം അവിടുത്തെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ നിങ്ങൾ ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ കൊടുത്തത്, അല്ലെങ്കിൽ കൊടുക്കില്ലല്ലോ. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറാവും ഇടതുപക്ഷത്തിന്റെ? അല്ല, അത് ഓൾറെഡി പറഞ്ഞല്ലോ, സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാമെന്നുള്ള പറഞ്ഞല്ലോ, പിന്നെന്താ.
അല്ല ഞാൻ പാർട്ടി മെമ്പർ അല്ലല്ലോ. അല്ല ഈ ഒരു ഘട്ടത്തില് അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അതിന്റെ ആവശ്യം വരുന്നല്ലോ. അവർ തന്നെ എല്ലായിടത്തും സ്വന്തം സ്ഥാനാർത്ഥിയിൽ നിർത്തുന്നു മാക്സിമം വോട്ട് കിട്ടാനായിട്ട്. പിന്നെ പാർട്ടി ചിഹ്നത്തിന് ആണെങ്കിൽ പാർട്ടി മെമ്പർ ആവണ്ടേ. നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ രണ്ടിടങ്ങളിൽ മത്സരിക്കുന്ന അവസ്ഥ തന്നെയായിരിക്കും. രണ്ടും അടുത്ത മണ്ഡലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എളുപ്പമുണ്ട്, നടക്കാൻ നോക്കാം. ഈ തീരുമാനത്തിൽ അങ്ങ് നേരത്തെ പറഞ്ഞു തരുന്നു, അങ്ങയെ പറ്റിച്ചവർ അതിന് അവര് നേതൃത്വത്തിലുള്ളവരാണ്, സംസ്ഥാന തലത്തിലുള്ളവരാണ്. എങ്ങനെയാണ് അങ്ങനെ ആരെങ്കിലും നേരിട്ട് വിളിച്ച് ഉറപ്പ് തന്നിട്ടാണോ ഈ ഒരു സീറ്റ്? അതാണ് ഞാൻ പറഞ്ഞു 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? 2 ദിവസം ഉണ്ടല്ലോ, എൻ്റെ വർക്ക് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകും. 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണും, വ്യക്തമായിട്ട് എന്താണെന്നുള്ളത് പറയും. തീർച്ചയായും സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ കുറെ കൂടി കാര്യങ്ങൾ തുറന്നു പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.